ഹലോ ആൻഡ് വെൽക്കം ടു സീരിയസ് സൈക്കോ ചാനൽ. ഇന്നിപ്പോൾ ഞങ്ങൾ ഓക്ലൻഡിലേക്ക് പോവാണ്. ഇപ്പോൾ ഞങ്ങൾ വെല്ലിംഗ്ടണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൾമോസ്റ്റ് 10 hour ഡ്രൈവ് ഉണ്ട്. ഓക്ലൻഡിലെ കുറച്ച് ദൃശ്യങ്ങളായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കഴിവതും ഞാൻ പോകാത്ത കുറച്ച് സ്ഥലങ്ങളാണ് വിസിറ്റ് ചെയ്യാൻ ഇത്തവണ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്ലൻഡിൽ എത്തിയിട്ട് ഉള്ള അവിടുത്തെ ദൃശ്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കാണാത്തവർ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ട്രിപ്പ്. ന്യൂസിലൻഡിന്റെ നോർത്ത് ഐലൻഡിൽ കൂടി ഒരാഴ്ച നീളുന്ന ഒരു ട്രിപ്പിന് തയ്യാറായി വെല്ലിംഗ്ടണിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു. നമ്മുടെ കൊച്ചു കേരളത്തിന്റെ 3 ഇരട്ടി വലിപ്പമുള്ള ഈ നോർത്ത് ഐലൻഡ് കണ്ടു തീർക്കുവാൻ ഏകദേശം ഒരു 3 ആഴ്ച സമയമെങ്കിലും വേണ്ടിവരും. അതുകൊണ്ട് ഒരാഴ്ച നീളുന്ന ഞങ്ങളുടെ ഈ ട്രിപ്പിൽ പ്രധാനമായും ഓക്ലൻഡ്, ഹാമിൽട്ടൺ, റൊട്ടറുവ എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ ഓക്ലൻഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹാഫ് വേ എത്തി. ഒരു 400-450 കിലോമീറ്റർ ഇപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 300 കിലോമീറ്റർ കൂടെ ഉണ്ട് ഞങ്ങളുടെ ഹോട്ടൽ സ്റ്റേയിലേക്ക് എത്താൻ. അപ്പോൾ എനിവേ ഇന്ന് വളരെ നല്ല കാലാവസ്ഥയാണ്. വളരെ ബ്രൈറ്റ് ആൻഡ് സണ്ണി ഡേ എന്ന് തന്നെ പറയാം. നല്ല ചൂടുമുണ്ട്. ഏകദേശം 23-24 ഡിഗ്രി ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. ഇന്ന് നാട്ടിലെ ടെമ്പറേച്ചർ ഒരു 36 സമമാക്കാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചറാണ് ഇവിടുത്തെ 23 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സീരിയസ് സൈക്കോ ചാനൽ. നമുക്ക് ഓക്ലൻഡിലെ ദൃശ്യങ്ങൾ കാണാം. കുറച്ച് നീണ്ട ഒരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ബൂട്ടിലും ബാക്ക് സീറ്റിലും നിറച്ചും ലഗേജാണ്. ന്യൂസിലൻഡിലെ ഫ്യൂൽ സ്റ്റേഷനുകളിലെല്ലാം തന്നെ കോഫി ഷോപ്പുകളും റെസ്റ്റ് റൂമുകളും ഉണ്ട്. ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം കുറച്ച് സ്നാക്സും വാങ്ങി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ന്യൂസിലൻഡിൻ്റെ മധ്യഭാഗത്തായിട്ടുള്ള ടാപ്പോ ലേക്കിലാണ്. ഹലോ, ഞങ്ങളിപ്പോൾ ഓക്ലൻഡ് പോകുന്ന വഴിയാണ്. ഓക്ലൻഡ് പോകുന്ന വഴി ടാപ്പോ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ടാപ്പോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ടാപ്പോ ലേക്ക്. അപ്പോൾ ടാപ്പോ ലേക്കിൻ്റെ കരയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അന്ന് ആ വീഡിയോ ചെയ്ത സമയത്ത് മഴയായിരുന്നു, അത് കാരണം നല്ല വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇന്നിപ്പോൾ വളരെ നല്ല കാലാവസ്ഥയാണ്. അത് കാരണം ടാപ്പോ ലേക്കിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന പ്ലേസ് കാണിച്ചു തരാം. ഈ ടാപ്പോ ലേക്ക് എന്ന് പറയുന്നത് ഒരു ക്രേറ്റർ ലേക്കാണ്, അഥവാ ഗർത്ത തടാകം എന്ന് പറയും. ന്യൂസിലൻഡിൻ്റെ നോർത്ത് ഐലൻഡ് എന്ന് പറയുന്നത് ഒരുപാട് വോൾക്കാനിക് ആക്ടിവിറ്റി ഉള്ള ഒരു പ്രദേശമാണ്. 1800 വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടിത്തെറിച്ച ടാപ്പോ എന്ന അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അന്ന് ആ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചപ്പോൾ ആ സ്ഫോടനത്തിലുണ്ടായ ഒരു ഗർത്തത്തിൽ ഉത്ഭവിച്ച ഒരു തടാകമാണ് ഈ ടാപ്പോ ലേക്ക്. ഈ തടാകത്തോട് ചേർന്ന് കിടക്കുന്ന പട്ടണത്തിനും ടാപ്പോ എന്ന് തന്നെയാണ് പേര്. ഭൂപടത്തിൽ ഓഷ്യാനിയ എന്ന് പറയുന്ന, അതായത് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, പപ്പുവ ന്യൂഗിനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണിത്. വലുതെന്ന് പറയുമ്പോൾ ഏകദേശം സിംഗപ്പൂർ എന്ന രാജ്യത്തിൻ്റെ വലിപ്പമുണ്ട് ഈ തടാകത്തിന്. ദേ, ആ ലേക്ക് സൈഡിലുള്ള പാർക്കാണിത്. അപ്പോൾ ലേക്കിൻ്റെ കരയിൽ ഞങ്ങളിങ്ങനെ നിന്നപ്പോൾ ഭക്ഷണം തപ്പി വന്നവനാണ് ഇവൻ. ന്യൂസിലൻഡിൽ എവിടെ പോയാലും നമുക്ക് കോമൺ ആയി കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ താറാവുകൾ. ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും നമുക്കിതുപോലെ ഒറ്റയ്ക്കും കൂട്ടമായിട്ടും താറാവുകളെ കാണാൻ സാധിക്കും. അപ്പോൾ വളരെ മനോഹരമായ ടാപ്പോ ലേക്കിൻ്റെ ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും അധികം നിൽക്കുന്നില്ല, ഞങ്ങൾക്ക് ഉടനെ തന്നെ തിരിച്ച് ഓക്ലൻഡിലേക്ക് തിരിക്കണം. ഇനി ഓക്ലൻഡ് എത്തിയിട്ട് ബാക്കി ദൃശ്യങ്ങൾ കാണാം. നമ്മളിപ്പോൾ അടുത്ത ഒരു ലുക്കൗട്ട് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്.
വളരെ മനോഹരമായിട്ടുള്ള ടാപ്പോ ലേക്കിൻ്റെ മറ്റൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അത് കാണാം. ഇവിടെ നിന്ന് നോക്കിയാൽ ഓൾമോസ്റ്റ് ടാപ്പോ ജില്ല മൊത്തമായിട്ട് കാണാൻ സാധിക്കും. ആ ലേക്കും ഈ പച്ചപ്പും എല്ലാം കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് തെർമൽ എക്സ്പ്ലോറർ ഹൈവേ. നോർത്ത് ഐലൻഡിൽ ഏറ്റവും കൂടുതൽ ജിയോ തെർമൽ ആക്ടിവിറ്റി ഉള്ള ഒരു സോണാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏരിയ. അതായത് റൊട്ടറുവ ടാപ്പോ എന്ന് പറയുന്നത് വോൾക്കാനിക് സോൺസ് ആണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് പലയിടത്തും നമുക്ക് ഈ ജിയോ തെർമൽ ആക്ടിവിറ്റി കാണാൻ സാധിക്കും. അതായത് മറ്റേ ഗെയ്സേഴ്സ്, അതായത് തിളച്ച വെള്ളം ഇങ്ങനെ ചീറ്റി വരുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. ഭൂമിക്കടിയിൽ നിന്ന് സ്റ്റീം ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഹൈവേക്ക് അങ്ങനെയാണ് ആ പേര് വന്നത്, തെർമൽ എക്സ്പ്ലോറർ ഹൈവേ എന്ന്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. നല്ലൊരു ദിവസം ഇതുവഴി ഡ്രൈവിങ്ങും വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ ട്രിപ്പിൽ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ റൊട്ടോറോയിൽ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇതേപോലുള്ള കുറച്ച് ജിയോ തെർമൽ ആക്ടിവിറ്റീസ് ഷെയർ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാണുന്നത് പോലെ ഭൂമിക്കടിയിൽ നിന്ന് പലയിടങ്ങളിലും നീരാവി വരുന്നതായി, സ്റ്റീം വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള റോഡ് ട്രിപ്പുകളിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് നോക്കത്താ ദൂരത്തേക്ക് പടർന്നു കിടക്കുന്ന പച്ചപ്പുല്ല് നിറഞ്ഞ ഈ കുന്നുകളും അതിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകായിരം പശുക്കളും ചെമ്മരിയാടുകളുമൊക്കെ. ന്യൂസിലൻഡിൻ്റെ പ്രധാനമായ ഒരു വരുമാന മാർഗമാണ് അഗ്രികൾച്ചർ ആൻഡ് ഡയറി ഫാമിംഗ്. സ്വിറ്റ്സർലൻഡിന് ശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പാൽപ്പൊടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ന്യൂസിലൻഡ്. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഓക്ലൻഡിലെത്തി. നല്ല നീണ്ട ഒരു ഡ്രൈവ് ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് മാപ്പ് ചതിച്ചു, അങ്ങനെ വഴിയൊക്കെ തെറ്റി. എന്നാലും അധികം ലേറ്റാവാതെ ഇങ്ങെത്തി. ഇപ്പോൾ ഇവിടെ വൈകിട്ട് 7 മണിയായി. എന്നാലും ഈ കാണുന്ന പോലെ നല്ല സൂര്യപ്രകാശവും വെളിച്ചവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി ഒരു 6 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ ഹോട്ടൽ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേയിൽ എത്തിയൊക്കെയാണ്. ഒരു അപ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഒരു ഫുൾ അപ്പാർട്ട്മെൻറ്റ്, 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്. അപ്പം അപ്പാർട്ട്മെൻ്റ് അകത്തേക്ക് കയറി നോക്കാം. അങ്ങനെ റിസപ്ഷൻ അങ്ങനെ ഒന്നുമില്ല. ഒരു ഷെയർ ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പം കീ ഒക്കെ അതിനകത്ത് ഇട്ടിട്ട് ഒരു നമ്പർ ലോക്ക് പോലെ ഒരു കോഡ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ആ കോഡ് അടിക്കുമ്പോൾ ഷെയർ ബോക്സ് ഓപ്പണായി കീ നമുക്ക് എടുക്കാം. അപ്പം സ്റ്റേ ഒന്ന് കയറി നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ റിസപ്ഷൻ ഇല്ലെന്നാണ് വിചാരിച്ചത്, പക്ഷേ ആളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ ഫ്ലാറ്റ് ബുഷ് അക്കോമഡേഷൻ 6 പ്രോപ്പർട്ടിയാണുള്ളത്. അത് ഈ ഒരു ന്യൂലി ബിൽട്ട് അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അത് ഇവിടുന്ന് ഒരു 10 മിനിറ്റോളം ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം. ഒരു കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു അക്കോമഡേഷനാണ്. അപ്പോൾ അങ്ങോട്ട് പോകാം.
few minutes later. അപ്പം ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത പ്രോപ്പർട്ടി. പുറത്തുനിന്ന് കണ്ടിട്ട് കൊള്ളാം, പുതിയൊരു പ്രോപ്പർട്ടി. അകത്തോട്ട് കയറി നോക്കാം. കൊള്ളാം. കയറി വരുമ്പോൾ തന്നെ ഒരു ലിവിങ് ഏരിയ. പക്ഷേ ഇതൊക്കെ ഷെയർഡാണ്. നമ്മുടേത് എനിക്ക് തോന്നുന്നു യൂണിറ്റ് 6 ആണ്. അപ്പം അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ഒരു പ്രൈവറ്റ് കിച്ചണും ലിവിങ് ഏരിയയും ഒക്കെ സെപ്പറേറ്റ് ഉണ്ടെന്നാണ് അറിയുന്നത്. ഇതൊരു ഷെയർഡ് കോമൺ ഏരിയ പോലെയാണ്. ഇവിടെ ഇപ്പം 3 നൈറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. വളരെ നൈസ്, ഒരു പുതിയ പ്രോപ്പർട്ടി ഫീലുണ്ട്. കൊള്ളാം. കിച്ചണൊക്കെ വളരെ മികച്ചതാണ്, ആധുനികമാണെന്ന് പറയാം. അതെ, വളരെ മോഡേൺ ആണ്. മോഡേൺ കിച്ചൺ. അതേപോലെ ടീ, കോഫി എല്ലാം റീഫിൽസ് ഉണ്ട്. ഫ്രിഡ്ജൊക്കെ ആണ്. അവരുടെയോ ഫുഡൊക്കെ ഇരിപ്പുണ്ട്. അപ്പം വേറെ ആരോ സ്റ്റേ ഉണ്ടെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം. പിന്നെ ഒരു ബാക്ക് യാർഡ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പാറ്റിയോ ഏരിയ. ഒരു കുഞ്ഞൊരു ഫിഷ് പോണ്ട് ഉണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് കാണാൻ വയ്യ. അപ്പോൾ ഇത് കണ്ടാലേ അറിയാം ഇതൊരു ന്യൂ പ്രോപ്പർട്ടിയാണ്. കാരണം എന്താ, ഗാർഡനൊക്കെ എല്ലാം അവർ നട്ട് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ, ഒന്നും കിളിച്ചിട്ടില്ല ഇതുവരെ. ഇതാ ഒരു കരിഞ്ഞ എന്തോ ഒരു വെജിറ്റബിൾ. അപ്പോൾ നമുക്ക് നമ്മുടെ യൂണിറ്റിനകത്തേക്ക് കയറാം. എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് വെരി ഗുഡ്. സോ കയറി വരുമ്പോഴേ ഇങ്ങനെയാണ്. കയറി വരുമ്പോഴേ ഇതാണ് വ്യൂ. ഒരു ചെറിയൊരു ലിവിങ് ഏരിയ ആൻഡ് ഡൈനിങ് സ്പേസ്. അതിനുശേഷം there is a toilet. കൊള്ളാം, ഇറ്റ്സ് വെരി നൈസ്. ഇതാ ഒരു കിച്ചൺ, നമ്മുടെ സ്വന്തം പ്രൈവറ്റ് കിച്ചൺ. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ അതും കഴിഞ്ഞ് നേരെ ഫസ്റ്റ് ബെഡ്റൂം. 2 സിംഗിൾ ബെഡുള്ളൊരു റൂം. ഇവിടുന്നും പാറ്റിയോ ഏരിയയിലേക്ക് ഇറങ്ങാനായിട്ടൊരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ അതും കൊള്ളാം. അത് കഴിഞ്ഞ് ദിസ് ഈസ് ലൈക്ക് എ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ സ്റ്റേ വളരെ മികച്ചതാണ്. നല്ല ക്ഷീണമായി. 10 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ, അതും പൊരിഞ്ഞ വെയിലും. അങ്ങനെ നീണ്ട ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ഓക്ലൻഡിലെത്തി. ഭയങ്കര ചൂടായിരുന്നു. 23-24 ഡിഗ്രിയോളം ചൂടായിരുന്നു. എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 36-37 ഡിഗ്രിയുടെ ഒരു എഫക്റ്റാണ് ഇവിടുത്തെ 23-24. കാരണം ഹ്യൂമിഡിറ്റി തീരെ കുറവാണ്. അത് മാത്രമല്ല, ന്യൂസിലൻഡിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഒരു ഓസോൺ പാളിയിലൊരു ഹോളുള്ളത്. അപ്പോൾ ഇന്നിനിയും വേറെ പരിപാടിയൊന്നുമില്ല. എല്ലാവരും തളർന്നിരിക്കുകയാണ്. അപ്പം കിടന്നൊന്ന് നല്ല റെസ്റ്റ് എടുക്കണം, ഉറങ്ങണം. നാളെ രാവിലെ ഓക്ലൻഡിൻ്റെ ബാക്കി കാഴ്ചകൾ, കുറച്ച് പ്ലേസസ് വിസിറ്റ് ചെയ്യണം എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പറ്റുവാണെങ്കിൽ അക്വേറിയം, പിന്നെ അതുപോലെ തന്നെ സ്കൈ സിറ്റി എന്ന് പറയുന്നൊരു ടവർ, അങ്ങനെ കുറച്ച് പ്ലാനുകളുണ്ട്. അപ്പോൾ ഏത് ഓർഡറിൽ കാണണം എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. എന്നാലും വെതറൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ പ്ലാനുകൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഓക്ലൻഡിലെ കൂടുതൽ കാഴ്ചകൾ കാണാം. അതുവരേക്കും ബൈ ബൈ.